ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബ്ലൗസിൽ നിന്ന് ബ്ലൗസിൻ്റെ ബോഡി അളവ്, അതായത് നമുക്ക് ചെസ്റ്റ് അളവെടുത്തുകൊണ്ട് നമ്മളത് ബോഡി മെഷർമെൻറ്റിലേക്ക് മാറ്റിയെടുത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുക എന്ന് കാണിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ബാൻഡൊക്കെ എങ്ങനെയാണ് വീതിയിൽ എടുക്കുന്നത്, ബാൻഡിൻ്റെ വീതിയൊക്കെ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് കൂടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ അളവെടുക്കാൻ വേണ്ടി ബ്ലൗസിൻ്റെ ഈ ഒരു ലൂപ്പ് തുന്നുന്ന ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വരുന്ന ഇവിടെ നിന്നാണ് നമ്മൾ അളവെടുക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ബ്ലൗസിൻ്റെ അളവെടുക്കും. നമുക്ക് ചെസ്റ്റ് ഭാഗത്ത് വരുന്ന അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് വന്നിരിക്കുന്നത് 38 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ റൗണ്ട് അളവായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഡീപ്പ് നെക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അളവെടുക്കുന്നത് കൂടി അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ 38 ഇഞ്ച് നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 34 ഇഞ്ച് കിട്ടും. അതായത് നമുക്ക് ആളുടെ ബോഡി മെഷർമെൻറ്റ് മനസ്സിലാക്കിയെടുക്കുവാൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതായത് നമുക്ക് എത്രയാണോ ടോട്ടൽ അളവ് കിട്ടിയത് അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചാൽ ആ ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുത്താൽ എത്രയാണോ കിട്ടുക ആ ഒരു കണക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 34 ഇഞ്ച് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു 34 ഇഞ്ച് ചെസ്റ്റ് അളവ് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി 1 മീറ്റർ തുണിയാണ് എടുത്തത്. ലൈനിങ് ബ്ലൗസാണിത്. അതുപോലെ തന്നെ ക്രോസ് കട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബ്ലൗസിൻ്റെ തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കണം. ഇത് നമ്മൾ എപ്പോഴും ചെയ്യണം, കാരണം തുണി ക്രോസിലൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് കട്ടിങ്ങിൽ കിട്ടുമ്പോൾ. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. നമ്മളിവിടെ 13.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കണക്കാക്കേണ്ടത് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് വെച്ചിട്ട്, അതായത് 38 ടോട്ടൽ കിട്ടി, അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് 34 ഇഞ്ച് കിട്ടി. ഈ ഒരു 34ൻ്റെ 6ൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുക്കേണ്ടത്. അതായത് 34ൻ്റെ 6ൽ ഒരു ഭാഗം നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടുക. 5.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമുക്ക് 2 മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ച് ഇനി നമുക്ക് എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. 5.5 ഇഞ്ച് ഉണ്ടോ, ഇതുപോലെ വരയും. ഇനി നമുക്ക് ഈ ഒരു അളവിലാണ് മാർക്കിങ്ങിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 38 ഇഞ്ച്. ടോട്ടൽ ബ്ലൗസിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കിട്ടിയത് 38 ഇഞ്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4 ഭാഗം 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ടോട്ടൽ ഇനി നമുക്ക് 34 ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തുള്ള അളവാണെങ്കിലോ 34ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 38 ഇഞ്ച് കിട്ടും. 38ൻ്റെ 4 ഭാഗം 9.5 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ തന്നെയാണ് വരിക. അതായത് ആളുടെ ബോഡിയിൽ നിന്നാണ് നമ്മൾ അളവെടുത്തെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് ബ്ലൗസിൽ നിന്നാണ് അളവെടുത്തെങ്കിൽ നമുക്ക് കിട്ടിയ അളവിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പ്ലസ് 1.25 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ടും മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് 29 ഇഞ്ച്. അപ്പോൾ 29ൻ്റെ 4 ഭാഗം 7.25 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7.25 3/4 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും. ബ്ലൗസിൽ നിന്നൊക്കെ അളവെടുക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്ലൗസിൽ നിന്ന് ടോട്ടൽ ഫുൾ അളവ് എടുക്കുന്നത് കാണിച്ചു തരാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നേർപകുതി മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആം ഹോൾ ഇറക്കിയതിൻ്റെ 5.5യുടെ നേർപകുതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ആം ഹോൾ റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ബ്ലൗസൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് 34ൻ്റെ 4 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടണം? 7.5 ഇഞ്ച് കിട്ടണം. 34ൻ്റെ 4 ഭാഗം 8.5 ഇഞ്ച് വരും. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാൽ 7.5 ഇഞ്ച്. ഈ ഒരു 7.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് അളവായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ആം ഹോളിനെ പിടിച്ച് കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് 7.5 ഇഞ്ച് കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടണം. മുകളിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് നമുക്ക് 2.25 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അത് ചെസ്റ്റ് അളവിൻ്റെ
12 ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ബാക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അതിനുവേണ്ടി ഷോൾഡറിന്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. 8 ഇഞ്ചാണ് ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത്. അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 7.75 മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 2.25 കൊടുത്തു. ഇവിടെ നമ്മൾ 2.75 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്ക് ഡീപ്പ് നെക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോൾഡർ ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് നമ്മളൊരു ലൈൻ കൊടുക്കും. കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്കിവിടെ ഷോൾഡറിൻ്റെ മാർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക് ബാക്ക് ഡാർട്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ബാക്ക് ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് 3.25 ഇഞ്ചാണ് ഡാർട്സിലേക്കുള്ള അകലം വന്നത്. ഒരു 4 ഇഞ്ചാണ് നമ്മളിവിടെ ഡാർട്സിൻ്റെ ഉയരം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മാർക്കിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ 2ാമത്തെ ചാനലാണ് ഹെവൻ ഓഫ് മിറാക്കിൾ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മൾ ആ ഒരു ചാനലിൽ കൂടി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ട് ചാനലൊന്ന് സബ് കൂടി ചെയ്തു തരണം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും. അതായത് നമ്മുടെ കരവശം നമുക്ക് ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കരവശം കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ കണ്ടോ കരവശം കണ്ടോ, നമ്മുടെ ഈ ഒരു കരവശം അവിടെ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും ബോഡി അളവിൻ്റെ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രോസോടുകൂടി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കവിടെ ഒരു 1/4 ഇഞ്ച് നമുക്ക് വീണ്ടും എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ഫ്രണ്ട് തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വൈഡ് എത്രയാണ് കൊടുത്തത്? 2.25 ഇഞ്ച്. നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര കിട്ടണം? 2.5 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമുക്കിവിടെ 2.5 ഇഞ്ച് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ, 2.5 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് എന്നിട്ട് നമുക്ക് നേരെ ഒരു ലൈൻ കൊടുക്കും. ഇനി നമ്മളിവിടെ നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ 1.5 ഇഞ്ച് നമ്മൾ വീണ്ടും ഇറക്കി മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് കൂടുതൽ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 3/4 ഇഞ്ച് എന്തിനാണ് കുറച്ചത്? നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കാൻ വേണ്ടി നമ്മൾ ഇടുപ്പളവിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ആ ഒരു 3/4 ഇഞ്ചാണ് നമ്മളിവിടെ കുറച്ച് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നോക്കാം. അതായത് നമ്മുടെ ബ്ലൗസാണ് നമുക്ക് അളവിന് കിട്ടുന്നതെങ്കിൽ നമുക്കിവിടെ എത്ര വീതിയിലാണോ ഈ ഒരു മെയിൻ ടെക്ക് മടക്കി തയ്ച്ചിരിക്കുന്നത് നോക്കുക. അല്ലോ, ഇവിടെ നിന്ന് എത്ര ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ടുണ്ട് എന്ന് നോക്കുക. നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 1.25 ഇഞ്ചാണ് ഇവിടെ വീതി വന്നിരിക്കുന്നത്. 1.25 ഇഞ്ച് വീതി വന്നാൽ നമുക്ക് ടോട്ടൽ എത്ര ഇഞ്ച് ഉണ്ടാകും? 2.5 ഇഞ്ച് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ നേരെ ഇരട്ടി 2.5 ഇഞ്ച് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു 2.5 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ നിന്ന് 2.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക. കണ്ടോ, ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇനി നമുക്കിവിടെ ഒരു 4 ഇഞ്ച് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കിത് ക്രോസ് കട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വരുന്നതെന്ന് കൂടി നമ്മളൊന്ന് പറഞ്ഞു തരാം. ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. അപ്പോൾ മുകളിൽ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. എന്നിട്ട് നമ്മളിവിടെ 6 ഇഞ്ചിന് 5.25 ഇഞ്ച് 1/4 ഇഞ്ച് കുറച്ച് 5.25 മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ 1/4 ഇഞ്ച് വിട്ടത് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ അല്പം ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. ഇനി നമുക്കിവിടെ കറക്റ്റ് നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനേക്കാൾ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ കറക്റ്റായിട്ട്
കണ്ടോ, ഫ്രണ്ട് പാർട്ടും ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നു. കണ്ടോ, ഇനി നമുക്കിവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ടിന് നമുക്ക് മെയിൻ ഡാർട്സിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇറക്കം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? അതായത് നമുക്ക് ബ്ലൗസിൽ നിന്ന് നമ്മൾ ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമില്ലേ, അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിലേക്കുള്ള ആ ഒരു അളവ് നമ്മൾ എടുക്കുക. കണ്ടോ, ആ ഒരു പോയിന്റ് തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നമുക്കത് 9.5 ഇഞ്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് നമ്മളിവിടെ 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമുക്കിവിടെ ഒരു 3.5 പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്കൊരു 3.25 പോയിന്റും ഒക്കെയാണ് വരിക. 34 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വന്നത്. അതിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി. ഇനി നമുക്ക് ടെക്കിൻ്റെ നീളം നമുക്കൊന്ന് അളന്നു നോക്കാം. ഇവിടെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. നമുക്കിവിടെ 2.5 ഇഞ്ചാണ് കിട്ടിയത്. അതായത് നമുക്ക് ടെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിൽ കൂടിയല്ല എടുക്കേണ്ടത്. നമ്മൾ ഇവിടെ ഫോൾഡിങ് വരുന്ന ഒരു ഭാഗമില്ലേ, ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ അളവെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. കണ്ടോ, 2.5 ഇഞ്ച്. അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ചാണ് വന്നത്? ടോട്ടൽ 3.5 ഇഞ്ച് കണ്ടു. കണ്ടോ, അപ്പോൾ 3.5 ഇഞ്ച് ഇവിടെ കിട്ടുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ബാൻഡ് നമുക്ക് 3.5 ഇഞ്ച് തന്നെയാണോ കറക്റ്റ് വരിക എന്ന് നോക്കാം. ഇവിടെ നമ്മൾ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താവിൽ കണ്ടോ, ഇവിടെ നമുക്കൊരു 3.5 ഇഞ്ച് കണ്ടോ, ഈ ഒരു അളവിലേക്ക് വന്നാൽ നമുക്കത് കറക്റ്റ് ആവും. കാരണം നമുക്കവിടെ തയ്യൽ തുമ്പ് കൂടി ഉണ്ടാകും. അതുകൂടി കൂട്ടുമ്പോൾ നമുക്ക് ബാൻഡിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ 3.5 ഇഞ്ച് കറക്റ്റിലാണ് വരിക. കണ്ടോ, ഇവിടെ വരെ വരും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് ബാൻഡ് കറക്റ്റ്, അതായത് നമ്മുടെ ബ്രസ്റ്റിന് താഴെയുള്ള ആ ഒരു ബാൻഡിൻ്റെ ഷേപ്പ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാൻഡിൻ്റെ വീതിയിൽ വ്യത്യാസം വരുത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാനൊന്ന് ഓരോരോ പാർട്ടുകളായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ചെയ്തു തരാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിവിടെ ബാൻഡ് നമുക്ക് ക്രോസിലാണുള്ളത്. അപ്പോൾ നമുക്കത് നേരെയുള്ള പീസിൽ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള നമുക്ക് ആ ഒരു കരവശമാണത്. അപ്പോൾ നമുക്ക് ആ ഒരു കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ഈ ഒരു ബാൻഡിന് നമ്മുടെ ഈ ഒരു മാർക്കിംഗ് ഇല്ലേ, ആ ഒരു മാർക്കിന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗവും നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു. ഒരു 1/4 ഇഞ്ച് നമുക്കിനി ഫ്രണ്ട് ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് അവിടെ നിന്ന് നമുക്കൊരു ഇടുപ്പളവിൻ്റെ 4 ഭാഗം, അതായത് 7.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് മുകളിലേക്ക് ഇതുപോലെ പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ചെറിയൊരു ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ബാൻഡിൻ്റെ കട്ടിങ് ചെയ്തു. ഇനി നമുക്കിവിടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കണ്ടോ, സൈഡ് വശമല്ല തീരെ തയ്ക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മുടെ ബാൻഡ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കട്ടിങ് ചെയ്ത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഡാർട്സുകളൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ എത്രയാണ് കൊടുത്തത്? 2.5 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും 1.25 ഇഞ്ച് വീതം, അതിൻ്റെ നേർ പകുതി വീതം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു തയ്ച്ചിട്ടുള്ള ആ ഒരു വീതി നമുക്ക് കിട്ടും. നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഇവിടെയും മാർക്കിംഗ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു 3/4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും 3/4 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കണ്ടോ, നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ഷേപ്പ് കൊടുത്ത് കണ്ടോ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം സെൻറ്ററിലേക്കല്ല കൊടുത്തത്, മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ കൊടുത്തത്. ഇനി നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ ഡാർട്സ്, സെൻട്രൽ ഡാർട്സ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്, അതായത് മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് വരിക. ഇവിടെ നമുക്ക് 2.25 ഇഞ്ചാണ് ഈ ഒരു ഡാർട്സിൻ്റെ നീളം നമുക്ക് വരുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഈ ഒരു റൗണ്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് പീസ് കട്ട് ചെയ്യുന്ന പോകുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇതുപോലെ പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ നിന്ന് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ വരെ കണ്ടോ ഈ ഒരു ഭാഗം വരെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ,
ഇവിടെ വരെ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇവിടെ നമ്മൾ ഇവിടെ ടക്കിൻ്റെ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ടക്ക്, അതായത് ഇവിടെ അതായത് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടക്കാണിത്. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഓരോ മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമുക്ക് ടക്കുകൾ തമ്മിലുള്ള അകലം ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് ഈ ഒരു ടക്കിലേക്ക് നമുക്ക് 1.25 ഇഞ്ചാണ് അകലം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടക്കിലേക്കുള്ള അകലവും ഇവിടെ നിന്നുള്ള അകലവും നമുക്ക് വന്നിരിക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തുണിയെ നേരെ പകുതി മടക്കി വെച്ചിട്ടുണ്ട്. അതിനെ വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു നേരെ ഒരു ലൈൻ കൊടുക്കണം. ലൈൻ കൊടുത്ത് ഇവിടെയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റി വീണ്ടും നമ്മളൊരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മുടെ കൈയുടെ താവുവശം, ലൈനിങ് ബ്ലൗസ് ആണ്. അപ്പോൾ കൈയുടെ താവുവശം നമുക്ക് ബ്ലൗസ് പീസുമായി കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണത്. അതിനുശേഷം കൈയുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. നമുക്കിവിടെ ലെങ്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 1/2 ഇഞ്ച് വന്നത് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗം നമ്മളിവിടെ ഒരു 3.5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.25 ഒരു പോയിന്റുമാണ് മാർക്കിംഗ് വരിക. നമുക്കത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് കണ്ടോ, നമ്മളിവിടെ 7.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് ആ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് എങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരുന്നതെന്ന് ഞാൻ ആം ഹോൾ റൗണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളൊരു 7.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. കൈയുടെ റൗണ്ട് അളവ് വരുന്നത് 11 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതി 5.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് ഇതുപോലെ ഒന്ന് വരക്കുക കണ്ടോ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഒരു അളവ് നമ്മൾ 7.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തത്. ആം ഹോളിൻ്റെ റൗണ്ട് അളവ് നമ്മൾ 7.5 ഇഞ്ച് ആണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കതിന് വേണ്ടി ബാക്ക് പാർട്ടാണ് എടുക്കേണ്ടത്. ആദ്യം നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുന്നു. ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമുക്ക് ആ ഒരു സ്ലീവിനെ നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം കൈയുടെ മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ആം ഹോളിനെ പിടിച്ചാൽ നമ്മുടെ ഇവിടെ കണ്ടോ, തോളിൻ്റെ ഭാഗത്ത് കണ്ടോ, നമുക്ക് കറക്റ്റായിട്ട് മാർക്കിംഗ് കിട്ടിയത് കണ്ടോ, ഇതുപോലെ കിട്ടണം. എന്നാൽ മാത്രമേ നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിലും ഇതുപോലെ അത് കറക്റ്റായിട്ട് വരണം. ഇതുപോലെ കട്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു പീസും കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുക്കണം. ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മളൊന്ന് നിവർത്തി വെക്കുക. ഇതുപോലെ നിവർത്തി വെച്ച് ഇവിടെ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും 1.25 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. അതായത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു മാർക്ക് വരെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ. ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലൊന്ന് കണ്ട് നിങ്ങൾക്കതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.